നമസ്കാരം. തൻ്റെ കരണക്കുറ്റിക്കടിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പരാമർശത്തിന് ഇപ്പോൾ ഒരു മറുപടിയുമായിട്ട് എച്ച് സലാം MLA എത്തിയിരിക്കുന്നു. കൈതരിപ്പ് മാറ്റാൻ പറ്റിയ ചീർത്ത കവളുകൾ ഉള്ളവർ ആ BJP-യിൽ തന്നെ ഉണ്ട് എന്നും അവരുടെ ചെകിട്ടത്തടിച്ച് ശോഭയുടെ കൈയുടെ തരിപ്പ് തീർത്താൽ മതിയെന്നുമാണ് ഇപ്പോൾ സലാം പറഞ്ഞിരിക്കുന്നത്. ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കാണിച്ചു തരുന്നവരല്ല ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാക്കുന്നത് ശോഭയ്ക്ക് നല്ലതാണെന്നുകൂടി സലാം കൂട്ടിച്ചേർക്കുകയാണ്. ഉണ്ടയില്ല വെടിപൊട്ടിച്ച് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ശോഭ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. 10 ലക്ഷം കൈപ്പറ്റിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച നന്ദകുമാർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ലക്ഷങ്ങളുടെ കൈമാറ്റത്തെക്കുറിച്ച് കോടതിയിൽ ഒരു മാനനഷ്ട കേസ് കൊടുത്ത് അന്തസ്സ് കാണിക്കുകയാണ് വേണ്ടത് ശോഭാ സുരേന്ദ്രൻ. ശോഭ പണം ചോദിക്കുന്ന ഓഡിയോ തയ്യാറാക്കി പുറത്തുവിട്ടത് ദല്ലാൽ നന്ദകുമാർ ആണ് എന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. അത് വ്യാജമാണെങ്കിൽ എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ ഒരു വ്യാജ നിർമ്മിതി ചൂണ്ടിക്കാട്ടി ശോഭാ സുരേന്ദ്രൻ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്നും എച്ച് സലാം ചോദിക്കുന്നുണ്ട്. മറുപടി കൊടുക്കൂ ശോഭാ സുരേന്ദ്രൻ. ആ സലാമിൻ്റെ കുറിപ്പെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ശോഭാ സുരേന്ദ്രൻ കൈയുടെ തരിപ്പ് മാറ്റുവാൻ BJP-ക്കാരുടെ കരണം നോക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് വേളയിൽ പലതവണ തനിക്കെതിരെ, അതായത് എച്ച് സലാം പറയുകയാണ്, തനിക്കെതിരായി മാധ്യമങ്ങൾക്ക് മുന്നിലും BJP യോഗങ്ങളിലും BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ആക്ഷേപം ചൊരിയുന്നത് കേൾക്കുകയുണ്ടായി എന്നാണ്. അവർ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത് എന്നതുകൊണ്ട് പോളിംഗിന് മുൻപ് മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ്. വർഗീയത ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുകയും നുണക്കഥകൾ ഉണ്ടാക്കി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോടുകൂടി ആലപ്പുഴക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായി എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് എച്ച് സലാം. ഒരു ഘട്ടത്തിൽ എച്ച് സലാമിൻ്റെ കരണക്കുറ്റിക്ക് അടിക്കുമെന്ന് ശോഭ പറയുന്നത് കേട്ടു. നിങ്ങളുടെ കൈ തരിക്കുന്നുണ്ടെങ്കിൽ ആ തരിപ്പ് മാറ്റാൻ പറ്റിയ ചീർത്ത കവളുകൾ ഉള്ളവർ BJP-യിൽ തന്നെ ഉണ്ടല്ലോ. കൂടെ നിന്ന് നിങ്ങളെ കാലുവാരിയ ധാരാളം പേരെ ജൂൺ 4 ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും അപ്പോൾ അവരുടെ ചെകിടത്ത് അടിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ കൈത്തരിപ്പ് തീർത്താൽ മതിയെന്നും പറയുകയാണ് എച്ച് സലാം. തരിപ്പുള്ള കൈയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഒരു കരണത്തടിക്കുമ്പോൾ മറുകരണം കാണിച്ചു കൊടുക്കുന്നവരല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരല്ല ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ശോഭാ സുരേന്ദ്രൻ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പണം ചോദിക്കുന്ന ഓഡിയോ അടക്കം തയ്യാറാക്കി പുറത്തുവിട്ട ദല്ലാൽ നന്ദകുമാറിനെതിരെ എന്തുകൊണ്ടാണ് ഒരു പത്രസമ്മേളനം നടത്തി അവർ തന്നെ അതിനകത്ത് അത് വ്യാജമാണ് എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ വ്യാജമാണെങ്കിൽ എന്തുകൊണ്ട് നന്ദകുമാറിനെതിരെ ഒരു വ്യാജ നിർമ്മിതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരാതി കൊടുക്കുന്നില്ല ശോഭാ സുരേന്ദ്രൻ, അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നില്ല ശോഭാ സുരേന്ദ്രൻ എന്നുകൂടി പറയണം. കാരണം നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം വാങ്ങിയെന്നും കളങ്കിതമായിട്ടുള്ള വ്യക്തിത്വമെന്ന് സമൂഹം ധരിക്കുന്ന അയാളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തി, ഭൂമി ക്രയവിക്രയങ്ങൾ നടത്തുവാൻ ശ്രമിച്ചു, ഭൂമി ഇടപാടുകൾ ഉണ്ടാക്കി. ഇവർക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് മത്സരിക്കാൻ വന്നതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് ബോധ്യമായത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഉണ്ടയില്ല വെടിപൊട്ടിച്ച് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇവിടെ ആരെയും മറ്റുള്ളവരെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട എന്നും 10 ലക്ഷം കൈപ്പറ്റിയെന്ന് നിങ്ങൾ തന്നെ സംബന്ധിച്ച ഈ നന്ദകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കൂ. അയാൾ പറഞ്ഞതൊക്കെ വ്യാജമാണെങ്കിൽ ആ കൈമാറ്റത്തെക്കുറിച്ച് കോടതിയിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ അന്തസ്സ് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ആലപ്പുഴയിൽ ജനിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ സുതാര്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയൊന്നും രാഷ്ട്രീയം പഠിപ്പിക്കുവാനുള്ള യോഗ്യതയൊന്നും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇല്ല എന്ന് കൂടി പറയട്ടെ. തോറ്റുമടങ്ങുമ്പോൾ ഞങ്ങളുടെ ഈ ആലപ്പുഴയിൽ നിന്ന് എന്തെങ്കിലും നല്ല പാഠങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു മടങ്ങിയിരുന്നുവെങ്കിൽ നല്ലത് എന്ന് ആശിച്ചു പോവുകയാണ് എന്നുകൂടി MLA എച്ച് സലാം പറഞ്ഞു വെക്കുകയാണ്. എന്തും വായിക്ക് തോന്നുന്ന കോതയ്ക്ക് പാട്ടായി പാടുന്ന തരത്തിലുള്ള ശോഭാ സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള പ്രവണത അത് നിർത്തേണ്ടതാണ്. ഒരു തരത്തിൽ ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന നിയോജക മണ്ഡലത്തിലേക്ക് ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ ശോഭാ സുരേന്ദ്രൻ എത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം പോലും ആദ്യം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കമെങ്കിലും പിന്നെ ആലപ്പുഴക്കാരെ കയ്യിലെടുത്ത് ശോഭാ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയുണ്ടായി. ചിലപ്പോൾ കഴിഞ്ഞ 2019 BJP നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ചിലപ്പോൾ സമാഹരിച്ചേക്കാം ശോഭാ സുരേന്ദ്രൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവിടെ മോദിയുടെ വ്യക്തിപ്രഭാവമോ ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവമോ ഒന്നുകൊണ്ടും ആയിരിക്കില്ല അത്തരത്തിലുണ്ടാകുന്നത്. ചിലപ്പോൾ ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം മനസ്സിലുള്ളത് കൊണ്ട് ഒരു പരീക്ഷണം എന്ന നിലയിൽ BJPക്ക് വോട്ടുകൾ ചെയ്യുന്നതാകാം. ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ജയിക്കാൻ വേണ്ടിയിട്ടുമല്ല. എന്തായാലും അത്തരത്തിൽ വോട്ടുകൾ കൂടുതൽ ലഭിച്ചേക്കാം. പക്ഷേ എന്ന് പറഞ്ഞ്
ശോഭാ സുരേന്ദ്രൻ പറയുന്നതെന്തും നാവ് തൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കരുണക്കുറ്റിക്ക് അടിച്ചു പൊട്ടിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വന്തം പാർട്ടിയിലെ തന്നെ അടിച്ചു പൊട്ടിക്കൂ എന്ന് എച്ച് സലാം പറഞ്ഞു വെക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങി പിൻവാങ്ങുമ്പോൾ കൂടെ നിന്ന് കാലുവാരിയവർ ആരാണോ അവർക്കിട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനോട് എച്ച് സലാം പറഞ്ഞു വെക്കുന്നത്. അത് ഓർത്താൽ ശോഭാ സുരേന്ദ്രനും നന്ന്.